ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിവിധ തരം സൂക്ഷ്മാണുക്കളുടെ ഒരു കൾച്ചറായ ജീവാമൃതം ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാവശ്യം മുന്നേ ചെയ്തിരുന്നു, പക്ഷെ ഒത്തിരി പേര് എന്നോട് ആ വീഡിയോ ഒന്നും കൂടി ചെറുതായിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടോ എന്നെല്ലാവരും ചോദിച്ചിരുന്നു. അത് പ്രകാരം ഞാനിപ്പോൾ വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ജീവാമൃതം ഒഴിച്ചു കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ചാണകം എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി കുറച്ച് 10 കിലോനാണ് സാധാരണ എടുക്കുക. 5 കിലോ ചാണകം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. വെച്ചൂരി പശുവിൻ്റെ ചാണകമായതുകൊണ്ട് അത് കലങ്ങി കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്, കലക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഗോമൂത്രം 5 ലിറ്റർ, പയറുപൊടി, ശർക്കര, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. 100 ലിറ്ററിന്റെ ഡ്രമ്മാണ്. അപ്പൊ ഞാനതിൽ ഇപ്പൊ 200 ലിറ്റർ ചെയ്യണില്ല, 100 ലിറ്ററിന് ഉള്ളതാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഏകദേശം പകുതി ഭാഗത്തോളം ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇതാ ഒരു പിടി മണ്ണ്, അത് കാട്ടിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ അവിടെ തന്നെ മരങ്ങളുടെ ചോട്ടിലൊക്കെ അടിക്കാതെയൊക്കെ നമ്മൾ വൃത്തിയാക്കാതെയൊക്കെ ഇട്ടിരിക്കുന്ന മാവ് പ്ലാവൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ചോട്ടില് അഴുകി ചേർന്ന് ചവറൊക്കെ വീണ് മഴയും വെയിലും എല്ലാം കൊണ്ട് അഴുകി ചേർന്ന മേൽമണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചാണകം കലക്കി ഒഴിക്കാം. ഇനി ഞാൻ 5 ലിറ്റർ ഗോമൂത്രമാണ് ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. 5 കിലോ ചാണകം, 5 ലിറ്റർ ഗോമൂത്രവും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു. അപ്പൊ ഈ ചാണകവും ഗോമൂത്രവും ചേർക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി ഉണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മണ്ണാണ്. ഈ മണ്ണ് ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഈ ചാണകത്തിലെ സൂക്ഷ്മജീവികളും ഈ മണ്ണിനകത്തുള്ള സൂക്ഷ്മജീവികളും ഇതിനകത്ത് പെരുകും. ഈ ജീവാമൃതത്തില് രണ്ടിലുള്ള സൂക്ഷ്മജീവികളും ഇതിനകത്ത് ഇങ്ങനെ പെരുകും. കൂടുതൽ സൂക്ഷ്മജീവികൾ ഇതിനകത്ത് ഉണ്ടാവും. നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ കിട്ടണമെങ്കിൽ അത് വിവിധ തരം സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് കിട്ടുന്നത്. എല്ലാ മണ്ണിലും ഒരുപോലെ സൂക്ഷ്മജീവികൾ ഉണ്ടാവില്ല. ചില മണ്ണിൽ കൂടുതൽ ഉണ്ടായിരിക്കും, ചില മണ്ണിൽ കുറവ് സൂക്ഷ്മജീവികളായിരിക്കും ഉണ്ടാവുക. നമ്മള് ഈ കരിയിലയും മറ്റും എല്ലാ സാധനങ്ങളും അഴുകി ചേർന്നിട്ടുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കും. അതിനകത്ത് ഇഷ്ടം പോലെ മൈക്രോ ഓർഗാനിസം, മണ്ണിര, ഇതെല്ലാം ധാരാളമായിട്ടുണ്ടായിരിക്കും. ഈ മണ്ണ് നമ്മൾ ഈ അഴുകി ചേർന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണ് നമ്മൾ ജീവാമൃതത്തിൽ ആഡ് ചെയ്യുന്ന ഒരു കൾച്ചർ, സൂക്ഷ്മജീവികളുടെ ഒരു കൾച്ചർ ആഡ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ മണ്ണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മണ്ണിലുള്ള സൂക്ഷ്മജീവികളും മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനകത്ത് ധാരാളമായിട്ട് സൂക്ഷ്മജീവികൾ ഉണ്ടാകും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ശർക്കരയും കടലമാവുമാണ്. ഈ ശർക്കരയും കടലമാവും എന്തിനാണ് ചേർക്കുന്നതെന്ന് അറിയാവോ? പറഞ്ഞുതരാം. ഇതില് ഈ ശർക്കരയും കടലമാവും ചേർക്കുമ്പോൾ ഈ സൂക്ഷ്മജീവികൾക്ക് പെരുകാനുള്ള ഒരു അനുകൂല അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശർക്കരക്ക് ഇതിനകത്തിരുന്ന് കട്ട പിടിച്ചു. നമുക്ക് പയറുപൊടി ചേർക്കാം. 1 കിലോനാണ് കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇത് കുറച്ച് കാണിച്ചത്. അപ്പൊ പയറുപൊടി ചേർത്തു. നമ്മൾ ഈ അപ്പത്തിനൊക്കെ മാവ് പുളിക്കാനായിട്ട് വെക്കുമ്പോൾ ഈസ്റ്റിനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അല്പം പഞ്ചസാര ചേർക്കും ഇല്ലേ? അതുപോലെയാണ് ഇപ്പൊ നമ്മൾ ശർക്കരയും പയറുപൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത്.
ആ ന്യൂട്രിയൻസ് കിട്ടാനുള്ള സോഴ്സ് ആയിട്ടാണ് ശർക്കരയും നമ്മളെ ഉഴുന്നുമാവോ അല്ലെങ്കിൽ കടലമാവോ പയറുപൊടിയോ ഒക്കെ ചേർക്കുന്നത്. ഇനി സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ. ഇനി ഇതിനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നല്ല പോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് ഒരു ചണച്ചാക്ക് ഇട്ട് മൂടി കെട്ടിവെക്കുക. ഡെയിലി രാവിലെയും വൈകിട്ടും നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കണം, ക്ലോക്ക് വൈസിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് എടുക്കുക, പ്ലസ് 9 കപ്പ് വെള്ളം, ടോട്ടല് 10 ലിറ്റർ. 1 ലിറ്റർ എടുക്കുക, 9 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. പെട്ടെന്ന് ഡ്രൈ ആയി നിൽക്കുന്ന ചെടികൾക്ക് ജീവാമൃതം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ നമ്മൾ ആദ്യം നന്നായി ചെടിയെ നനയ്ക്കുക, അതിനുശേഷം ജീവാമൃതം ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും ഇത് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന് pH എപ്പോഴും കറക്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു 2-3 വർഷക്കാലം നിരന്തരമായി നമ്മൾ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുത്താലേ നമ്മുടെ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാൻ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, നല്ല കായ്ഫലവും കിട്ടും. എല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. നമുക്ക് ഒരു ചണച്ചാക്ക് എടുത്ത് ഇതിനെ കെട്ടിവെക്കാം. ഓക്കെ, ഇനി ഡെയിലി ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം തൊട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ജീവാമൃതം ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ സപ്പോർട്ടും, എല്ലാവരുടെ സപ്പോർട്ടും എനിക്കുണ്ടായിരിക്കണം. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.